രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി യുവാവ് 2021 ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഹോട്ടൽ ജീവനക്കാരനായി യുവാവ് ഡിജിപിക്ക് പരാതി നൽകി. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, എന്താണ് ഈ യുവാവിന്റെ പരാതിയുടെ ഉള്ളടക്കം? വളരെ വ്യത്യസ്തമായ ഒരു പരാതിയുമായാണ് യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറുകയും ചെയ്തുവെന്ന് യുവാവ് അറിയിക്കുന്നു. അദ്ദേഹം ബാവുട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ആദ്യമായി രഞ്ജിത്തിനെ കാണുന്നത്. ആ സമയത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ ഇയാളെ വിളിക്കുകയും പിന്നീട് ഹോട്ടലിലേക്ക് ഈ യുവാവ് ചെല്ലുകയുമായിരുന്നു. അവിടെ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകുകയും ആ നമ്പറിലേക്ക് വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ബംഗളൂരുവിലെത്താൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഈ കയറി പോകാനുള്ള സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ കയറി പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് റെസ്റ്റോറന്റ് ഭാഗത്തൂടെയുള്ള സ്റ്റെയർകേസ് വഴി അകത്തേക്ക് ചെല്ലാൻ രഞ്ജിത്ത് അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഹോട്ടലിലെത്തിയപ്പോൾ മദ്യം കുടിക്കാൻ നിർബന്ധിക്കുകയുണ്ടായി. താൻ ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് യുവാവ് പറയുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഏറെ വിചിത്രമായ രീതിയിൽ, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം എന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംവിധായകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒപ്പം നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും തന്റെ കാമുകിക്ക് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്ന് രഞ്ജിത്ത് പറയുകയും ചെയ്തു എന്നും വ്യക്തമാക്കുന്നു. പിന്നീട് ഇതിനുശേഷം നാട്ടിലേക്ക് എത്തിയപ്പോൾ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ രഞ്ജിത്തിന്റെ ഭാര്യയാണ് ഈ നമ്പറിലേക്ക് വിളിക്കരുത് എന്ന് അറിയിച്ചെന്നും പറയുന്നു. ഈ സംഭവം തന്നിൽ വലിയ മാനസികമായ ആഘാതം ഉണ്ടാക്കി എന്ന് യുവാവ് പറയുന്നുണ്ട്. ഇതിനുശേഷം പലവട്ടം ഇതേക്കുറിച്ച് ആലോചിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ തുറന്ന് പുറത്തു പറയാൻ ഒരു മടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ സിനിമാ മേഖലയിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെ പലരും പരാതിയുമായി രംഗത്ത് എത്തുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് തനിക്കുണ്ടായ ഈ അനുഭവങ്ങൾ തുറന്നു പറയാൻ തനിക്കിപ്പോൾ ഒരു ബലം ലഭിച്ചിരിക്കുന്നു എന്ന് യുവാവ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ യുവാവ് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് യുവാവ് നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. അതായത് ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവാവ് എത്തിയിട്ടില്ല, അങ്ങനെയാണല്ലേ? തീർച്ചയായും ചില മാധ്യമങ്ങളിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷേ മാധ്യമങ്ങളെ മൊത്തത്തിൽ കാണുന്നതിനായി യുവാവ് അറിയിക്കുകയും മാധ്യമങ്ങളെല്ലാം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. താനും നിലവിൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. കാരണം ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകുക, പിന്നീട് ഹോട്ടലിൽ വെച്ച് കാണാതെ ബാംഗ്ലൂരിന് വിളിച്ചു വരുത്തുക, ഒപ്പം വളരെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് വിളിച്ചു വരുത്തിയത്. അവിടെയാണ് പ്രധാന വഴിയിൽ കൂടി പോകാതെ പിൻവശത്തുകൂടി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം ഉണ്ടാകും. യുവാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നേരിട്ട് തന്നെ പറയും. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം.